ബ്രസ്റ്റ് മിൽക്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പല പാരൻസിനും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് താരതമ്യേന കുറവാണ്. അതായത് 1 ലിറ്റർ ഹ്യൂമൻ മിൽക്കിൽ ഏകദേശം 5 ഇൻ്റർനാഷണൽ യൂണിറ്റ് മുതൽ 80 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയാണ് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഒരു കുഞ്ഞിന് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ ഡിയുടെ അളവ് എന്ന് പറയുന്നത് 400 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി മുലപ്പാൽ നിന്ന് ലഭിക്കുന്നില്ല. ഇനി കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ UVB റേസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സമയത്ത് വെയിൽ കൊണ്ടാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതായത് രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ വെയിൽ കൊള്ളിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല. വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരുന്നതിനും അവരുടെ ഇമ്മ്യൂണിറ്റി നല്ലപോലെ ഡെവലപ്പ് ആവാനും സഹായിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ ഡിയുടെ കുറവുള്ള കുട്ടികളിൽ റിക്കറ്റ്സ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 1 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് മറക്കരുത്.